വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വൈകേഷ് വ്ളോഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പാചകം ചെയ്യാൻ പോകുന്നത് ഒരു മീൻകറിയാണ്. വള്ളിക്കൊഴിയാള വെച്ചിട്ടുള്ള ഒരു അടിപൊളി മീൻകറിയാണ് നമ്മളിവിടെ പാകം ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ: തക്കാളി, തേങ്ങ, മുളക്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, ഉപ്പ്, പിന്നെ അത്യാവശ്യം വേണ്ട മുളകുകൾ, പിന്നെ 2 എരിവുള്ള മുളകുണ്ട്, പിന്നെ പുളി. ഇതെല്ലാമാണ് ഇതിന് ആവശ്യമായ സാധനം. ഇനി ആ വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ നമ്മുടെ വള്ളിക്കൊഴിയാള മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വറുത്തെടുത്ത മല്ലിപ്പൊടിയും മുളക് പൊടിയും തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഉലുവയും എല്ലാം കൂടെ മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ലേശം വെള്ളം കൂടി ഒഴിച്ചു. അങ്ങനെ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് നേരെ ഇവിടുത്തെ ചട്ടിയിലേക്ക് ഒഴിക്കാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചട്ടിയിലേക്ക് ഒഴിക്കാം. അത്യാവശ്യം ഉണ്ട്. അപ്പോൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പുളി നമ്മുടെ ആവശ്യത്തിന്. തക്കാളിക്ക് കൂടെ ഉള്ളത് കൊണ്ട് കുറച്ച് പുളി മതിയാവും. അതിനുശേഷം നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. കുറച്ച് കറിവേപ്പില, ഇവിടെ എരിവുള്ള പച്ചമുളക് 2 എണ്ണം, പിന്നെ കാരിമുളക്. അതിനുശേഷം വേണ്ട തക്കാളിക്ക്. ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഉപ്പ് പിന്നീടൊന്ന് നോക്കിയിട്ട് പാകത്തിന് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാൻ വേണമെങ്കിൽ. നമുക്ക് അടച്ചതിന് ശേഷം നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഇതിനെ നോക്കാം. തിളച്ചു എന്നാണ് തോന്നുന്നത്. അത് തിളച്ചിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കി കൊടുക്കാം. തവിയിട്ട് ഇളക്കണ്ടെങ്കിൽ മീനൊക്കെ ഒന്ന് ഉടക്കി പോകാൻ ചാൻസ് ഉണ്ട്. കുറച്ചുകൂടെ വറ്റണം. തിളച്ചിട്ടുണ്ട്. ഒന്നും കൂടി അടച്ചു വെച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കാം.
കടുക് പൊട്ടിക്കാനുള്ള ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം. കടുക് പൊട്ടിക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ലേശം കടുക് കൊടുക്കുക. അതിനുശേഷം കറിവേപ്പില, ചെറിയ ഉള്ളി അരി, നല്ലതുപോലെ ഇളക്കി ലേശം കറുത്ത് വരും. ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിതിനെ ഇത് മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം കഴിഞ്ഞ് നമുക്കിത് വിളമ്പാം. റെഡിയായിട്ടുണ്ട്. നമുക്കിതിനെ പ്ലേറ്റിലേക്ക് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങ അരച്ച വള്ളിക്കൊഴിയാള മീൻകറി റെഡിയായിട്ടുണ്ട്. അത്യാവശ്യം ടേസ്റ്റിയായ ഒരു മീൻകറിയാണ്. ഇതിപ്പോൾ നമുക്ക് കപ്പയുടെ കൂട്ടത്തായിരുന്നാലും പൊറോട്ടയുടെ കൂട്ടത്തായിരുന്നാലും കഴിക്കാവുന്ന ഒന്നാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ പരമാവധി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക.